ഈ സെക്രട്ടറിയെ കൃത്യമായിട്ട് സംരക്ഷിച്ചു പോകുന്നത് ഈ ഇടതുപക്ഷ ഗവൺമെന്റാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അല്ലെങ്കിൽ ഇത്ര കാലം ഈ 10 വർഷത്തിന് 15 വർഷത്തോളം കാലം ഈ ആധാരം ഇവിടെ വെക്കേണ്ടതും ഈ വിജിലൻസ് ഈ ഒരു കേസ് ഈ രീതിയിൽ നീട്ടിവലിച്ചു കൊണ്ടുപോകേണ്ട ഒരു കാര്യവുമില്ല. അത് കൃത്യമായിട്ട് തന്നെ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ഒത്താശയോടുകൂടി ഈ കേസ് നീട്ടിവലിച്ചു കൊണ്ടുപോയി അയാളെ സംരക്ഷിച്ചു കൊണ്ടുപോകുന്ന നടപടിയാണ് ഈ നിമിഷം വരെ അവരെടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഏറ്റവും അവസാനം ഇപ്പം ഞങ്ങളുടെ ഈ ഒരു ഭരണസമിതി വന്ന സമയത്ത് ഞങ്ങൾ അതിലൊരു നിലപാടെടുത്തു. ഈ ഇത്രയും 10 വർഷത്തിനപ്പുറത്തേക്കും ഈ ആധാരം ഇവിടെ വെക്കുന്നതിൽ ഒരർത്ഥവുമില്ല എന്നുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ വിജിലൻസിലേക്ക് ഞങ്ങൾ റിക്വസ്റ്റ് കൊടുത്തിട്ട്, ഞങ്ങളുടെ ഭരണസമിതി വിജിലൻസിലേക്ക് റിക്വസ്റ്റ് കൊടുത്തിട്ട് ആ റിക്വസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ വിജിലൻസിൽ നിന്ന് പെർമിഷൻ വാങ്ങിക്കൊണ്ട് ഭരണസമിതി തീരുമാനിച്ചതാണ് ഈ ആധാരങ്ങൾ തിരിച്ചു കൊടുക്കണമെന്നുള്ളത്. ആ ആധാരങ്ങൾ തിരിച്ചു കൊടുക്കുന്നത് അത് കൃത്യമായിട്ട് ഞങ്ങൾക്ക് അപേക്ഷ തന്ന് അതിന്റെ അടിസ്ഥാനത്തിൽ ആധാരങ്ങൾ ഞങ്ങൾ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. ആ രീതിയിൽ തന്നെ തിരിച്ചു കൊടുക്കപ്പെട്ട ആധാരങ്ങൾ ഇഷ്ടംപോലെ ഒരുപാട് ആളുകൾക്ക് ആ രീതിയിൽ തിരിച്ചു കൊടുക്കപ്പെട്ടിട്ടുണ്ട്. വിജിലൻസിന്റെ അടുത്ത് ഇപ്പോഴും ആധാരങ്ങൾ ഒരുപാട് ഇരിക്കുന്നുണ്ട്. അത് തിരിച്ചു കിട്ടേണ്ട ഉത്തരവാദിത്തം എന്ന് പറയുന്നത് നിലവിലുള്ള സർക്കാരിന് തന്നെയാണ്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയാണ്. വിജിലൻസിന്റെ തലപ്പത്തിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തിരിച്ചു തരേണ്ട ഉത്തരവാദിത്തം ഈ സർക്കാരിന് തന്നെയാണ്. അതൊരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ആ വിജിലൻസിൽ നിന്ന് ആ ആധാരങ്ങളൊക്കെ അടക്കമെടുത്ത് ഈ പാവപ്പെട്ട ആളുകൾക്ക് തിരിച്ചു കൊടുക്കാൻ ഒരു പ്രയാസവും അതിലുണ്ടാവില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഇന്ന് സംഭവിച്ച സംഗതി എന്ന് പറഞ്ഞത്, നേരത്തെ അയാളും ഇതുപോലെ തന്നെ ഇവിടെ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. ആ റിക്വസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ അയാൾക്ക് ഈ പറയപ്പെട്ട പോലെ തന്നെ ആധാരങ്ങൾ തിരിച്ചു കൊടുത്തിട്ടൊക്കെ ഉണ്ടാവാം. അത് തന്നെയാണ് സംഭവിച്ചിട്ട്. അതിനപ്പുറത്തേക്ക് വേറെ ഇവിടെ നിന്ന് ആധാരങ്ങൾ എടുത്തുകൊണ്ട് പോകുന്ന ഒരു അവസ്ഥയോ ബാക്കി സംഗതികളോ ഒന്നും സംജാതമായിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാകുന്നില്ല. ഇതിപ്പോ ഒരു ഇഷ്യൂ ആയി മാറുന്നത്, ഈ ഒരു ഇലക്ഷന്റെ തലേ ദിവസം ഇതൊരു ഇഷ്യൂ ആയി മാറുന്നത് എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയമാണ്. ഇതുപോലെയുള്ള പാവപ്പെട്ട ആളുകളെ CPM ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൃത്യമായിട്ട് ഈ ഒരു ഇലക്ഷൻ തലേ ദിവസത്തേക്ക് ഒരു രാഷ്ട്രീയ നാടകം കളിക്കുക എന്നതിനപ്പുറത്തേക്ക്, നേരത്തെയും ഈ പറഞ്ഞ പോലെ തന്നെ ഇത് ഈ പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ ആധാരങ്ങൾ ഇങ്ങനെ ഈ പഞ്ചായത്ത് ഓഫീസിലും അല്ലെങ്കിൽ വിജിലൻസിന്റെ പിന്നെ കയ്യിലും വെക്കേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കിയ CPM-ഉം CPM-ന്റെ കൂട്ടാളിയായിട്ട് സെക്രട്ടറിയും അടക്കമുള്ള ആളുകൾ 15 വർഷത്തെ മുമ്പ് നടത്തിയ അതേ സംഗതിയുടെ ഒരു തുടർ ആവർത്തനമാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു ബാക്കിയായിട്ടുള്ള ഒരു സംവിധാനമാണ് ഇപ്പൊ ഇന്ന് നടന്നിട്ടുള്ളത്. അത് കൃത്യമായിട്ടുള്ള ഒരു ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയം മാത്രമാണ് എന്നതിന്റെ പ്രത്യേകത, വേറെ ഒന്നുമില്ല.